ഇത് ബാങ്കോക്കിലെ ചൈന ടൗൺ ഏരിയയാണ്. അത് ഇവിടുത്തെ നൈറ്റ് ലൈഫാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ ചീപ്പായിട്ടുള്ള ഫുഡ് കിട്ടും, എന്നാൽ ഹൈ ക്വാളിറ്റിയാണ്. അതിന് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ചീപ്പാണ്, ക്വാളിറ്റി ഇല്ലെന്ന് വിചാരിക്കേണ്ട. നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു 60-70 അല്ലെങ്കിൽ 100-150 പാത്രം നമുക്ക് വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ സുഖമായിട്ട് കഴിക്കാം. അതിൽ ജ്യൂസ് ഉൾപ്പെടെ ഭക്ഷിക്കാനുള്ള കാര്യങ്ങളെല്ലാം വരും. ഇതിൽ ഈ ഒരു ചൈന ടൗണൊക്കെ ആയാലും തന്നെ ഇവിടെ നമുക്ക് എല്ലാ വെറൈറ്റിയും കിട്ടും. അതായത് പന്നിയുടെ ചോര, അല്ലെങ്കിൽ സ്നേക്കിൻ്റെ ചോര, പിന്നെ വാട്ടർ ബീറ്റിൽസ്, പിന്നെ ക്രിക്കറ്റ്സ്, പുൽച്ചാടി, ഇതൊക്കെ വറുത്തത് കിട്ടും. പിന്നെ ബാംബു വേംസ്, അതിനെ വറുത്ത് കിട്ടും. പിന്നെ ചെറിയ ടാഡ്പോൾസ്, ചെറിയ തവളക്കുഞ്ഞുങ്ങൾ ഉണ്ടാണ്, അതൊക്കെ വറുത്ത് കിട്ടുമ്പോൾ നല്ല രുചിയാണെന്ന് പറഞ്ഞു. എനിക്കിതൊരു കഴിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അത് ഞാൻ കാണാത്ത കാരണമാണ്. ഇതൊക്കെ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചു വന്നിട്ട് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഇത് കഴിക്കാമായിരുന്നു. അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ പല ഉള്ള സംഭവങ്ങൾ, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട്, അധികം സ്പൈസി അല്ലാത്ത, എന്നാൽ അധികം സോൾട്ടി അല്ലാത്ത രീതിയിൽ, നല്ല ഭക്ഷണയോഗ്യമായ രീതിയിൽ, നല്ല ഹൈ ക്വാളിറ്റിയിലാണ് തായ് ഫുഡ് തന്നെ. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ അതല്ല തായ് ഫുഡ് ശരിക്കും ഭയങ്കര ഫേമസ് ആയത്. ഇതിപ്പോൾ ഒരു ഇവിടെയൊക്കെ അധികവും വീക്ക് ഡേയ്സിലുണ്ട്. ചൈന ടൗണിലൊക്കെ വീക്ക് ഡേയ്സിലും നൈറ്റ് ലൈഫുണ്ട്. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ, പുറത്തെ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ വീക്കെൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് കണ്ടില്ല, എന്ത് രസമായിട്ടാണ് അവർ, ചെറിയ റെസ്റ്റോറൻ്റ് ഇപ്പോൾ നല്ല ഭംഗിയായിട്ട്, നല്ല ഡിസിപ്ലിനായിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നതും എടുത്ത് വച്ചിരിക്കുന്നതും. സോ ഈ സ്ട്രീറ്റിൽ തന്നെ എവിടെ നമുക്കൊരു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലും ചപ്പുകയറ് കിടക്കുന്ന ഒന്നും കാണാൻ പറ്റില്ല. അത്ര നല്ല രസമായിട്ടാണ് അത്. ഈ ബാങ്കോക്ക് മാത്രമല്ല, ചൈന ഞാൻ പോയിട്ടില്ല. ചൈന പോകുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ലതെന്ന് പറഞ്ഞു കേട്ടു. എനിവേ, ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുമായിരുന്നെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതിൽ അവരൊരു കൾച്ചർ, ആ സ്ട്രീറ്റിൽ വിൽക്കുന്നതാണെങ്കിൽ പോലും എന്ത് ഭംഗിയായിട്ട് അവർ അടക്കി വെച്ചിരിക്കുന്നത്. എല്ലാ കാര്യവും നല്ല നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. അവിടെ പോയിട്ട് ആകെ രസമാണ്. അങ്ങനെ എല്ലാവരും അവരുടെ കാര്യം നോക്കുന്നു, ആരെ ശല്യപ്പെടുത്താണ്ട് നമുക്ക് ജീവിക്കാവുന്ന ലെവലിലുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തോന്നുന്നത്. പക്ഷേ രാത്രി ഒരു 2-3 മണി വരെ നൈറ്റ് ലൈഫ് ഉണ്ടാവും ഈ സ്ഥലങ്ങളിലൊക്കെ. അങ്ങനെ ഇത് വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെറൈറ്റി ഓഫ് ജ്യൂസസ് ഉണ്ട്. ഇതൊക്കെ അധികം കാശും ആകുന്നില്ല. നമുക്ക് തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ അധികം കാശ് പോകില്ല എന്നുള്ള കാരണം, നമുക്ക് എത്ര കഴിച്ചാലും നല്ല ക്വാളിറ്റി ഫുഡും കഴിക്കാം, നൈറ്റ് ലൈഫും ഉണ്ട്. ഇതിപ്പോൾ ടാറ്റു ആണ് ഈ കാണുന്നത്. ഈ ടാറ്റു അത് നമുക്ക് ആവശ്യമുണ്ട് ചെയ്യാൻ മതി. അത് പെർമനൻറ്റും ചെയ്യാം, അല്ലെങ്കിൽ ടെമ്പററിയും ചെയ്യാം. അപ്പോൾ ഈ ഒരു നൈറ്റ് സമയത്ത് ശരിക്കും ബിസിനസ് നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ എസ്പെഷ്യലി ബാങ്കോക്ക് ഏരിയ. നന്നായിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നത് അധികവും പെണ്ണുങ്ങളായിരിക്കും അതും വരിക. അവർ തന്നെയാണ് മെയിനായിട്ടൊരു ബിസിനസ് നടത്തുന്നതും. ഇനി അതുകൊണ്ടാണ് ഇവിടുത്തെ ഡിസിപ്ലിൻ എനിക്കറിയില്ല. എന്തായാലും വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ആണുങ്ങളെക്കാളും ഭംഗിയായിട്ട് ഇവർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. തായ്ലൻഡിൽ കണ്ട വലിയൊരു കാഴ്ചകളൊന്നാണ് ഈ സ്ത്രീകൾ വന്ന് ചെയ്യുമ്പോൾ വളരെ അടുക്കും ചിട്ടയായിട്ട് ചെയ്യുന്നത്. ഞാനത് അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. ആണുങ്ങൾ ചെയ്യില്ല എന്നല്ല, പക്ഷേ അധികവും ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ തായ്ലൻഡിലെ ആണുങ്ങൾക്ക് കള്ളു കുടിക്കുക, കടന്നുറങ്ങുക എന്നുള്ളതാണ്. എല്ലാവരും അല്ല, കുറച്ച് ഒരു നല്ല ശതമാനം അവർ തന്നെ പറഞ്ഞറിഞ്ഞാണ് ഞാൻ. അപ്പോൾ അവിടെ സ്ത്രീകളാണ് കുടുംബങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ശരിക്കും ഭംഗിയായിട്ട് തന്നെ അവർ കൊണ്ടുപോകുന്നുണ്ട്. അവർ ഇതേപോലെ ചെറിയ ചെറിയ സ്കൂട്ടറിലൊക്കെ വന്നിട്ടാണ് ബിസിനസ്. ആ സ്കൂട്ടറിനോട് ഘടിപ്പിച്ചിട്ട് ഒരു കട ഉണ്ടാവും, അത് വെച്ചിട്ടൊക്കെ പോകും. നമ്മുടെ നാട്ടിലൊക്കെ അതൊന്നും MVD സമ്മതിക്കില്ലല്ലോ. ഇവിടെ അങ്ങനെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വന്നാൽ തന്നെ ഇവരൊന്നും സമ്മതിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ടൂറിസം ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ഇവിടുത്തെ സർക്കാർ കുറേ മാറേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അവരുടെ ചിന്താഗതി. ഇപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ തന്നെ അവരും കുറേ മാറേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു ഐഡിയ ഒരു കുട്ടികൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നുള്ളൂ. ഇതേപോലെ ഒരു വാഹനം കൊണ്ടതൊക്കെ റോഡിലിറക്കാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ